നമസ്കാരം. CPM പാർട്ടി കോൺഗ്രസിന് ഒരുങ്ങുകയാണ്. കൊട്ടും കുരവയുമായിട്ട് ഒരുങ്ങുന്നതിനിടയിലാണ് മറ്റു ചില നടപടികളിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ടയിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ താക്കീത്. ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KK ശ്രീധരനെ താക്കീത് ചെയ്തത്. കൊടുമൺ പഞ്ചായത്തിലെ ഓട നിർമ്മാണത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് വഴിവിട്ട ഇടപെടൽ നടത്തിയതിനെതിരെ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം പരാതി പോയതാണ്. കോൺഗ്രസുകാർ സമര കോലാഹലം തന്നെ നടത്തി. 12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡാണ് പ്രശ്നം. റോഡിൻ്റെ വീതി കുറയും വിധം ഓട നിർമ്മിച്ചു എന്നാണ് പരാതി. അനധികൃതമായി റോഡിൻ്റെ വീതി കൂട്ടിയെന്നാണ് ജോർജിൻ്റെ വാദം. ഒടുവിൽ ജോർജ് ജോസഫിൻ്റെ വാദത്തിനാണ് പാർട്ടിയുടെ പിൻബലം. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായി? നടപടി നേരിടേണ്ടിയും വന്നു. ഇതുപോലൊരു പൊല്ലാപ്പാണ് മണ്ണാർക്കാട്ടും ഉണ്ടായത്. പ്രതിക്കൂട്ടിൽ മുൻ MLA PK ശശി. സാമ്പത്തിക ക്രമക്കേടാണ് ഇപ്പോഴത്തെ ആരോപണം. പെണ്ണുകേസിലും ആരോപണ വിധേയനായിരുന്നിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കുകയാണ് മുന്തിയ സ്ഥാനം, അതായത് KTDC ചെയർമാൻ സ്ഥാനം നൽകി ശശിയെ പാർട്ടി കൊമ്പത്തിരുത്തിയത്. ആ പാർട്ടിയാണിപ്പോൾ പാർട്ടി തന്നെ ശരിയാക്കിയിരിക്കുന്നത്. പാർട്ടി കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും PK ശശിയെ നീക്കി. ഞായറാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ജില്ലാ നേതൃത്വത്തിൻ്റെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ വരും. ഇത് 3ാം തവണയാണ് PK ശശിക്കെതിരെ പാർട്ടി നടപടി വരുന്നത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടി നടപടി. വിഭാഗീയ പ്രശ്നങ്ങളെ തുടർന്ന് UT രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും തീരുമാനിച്ചിട്ടുണ്ട്. PK ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. CI2 ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമാണ് PK ശശി. ഈ പദവികളും നഷ്ടമാകും. തരംതാഴ്ത്തൽ നടപടിയും ഉണ്ടാകും. പുത്തലത്ത് ദിനേശൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണ റിപ്പോർട്ട് MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിക്ക് ഏരിയ കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. സമ്മേളനകാലത്തേക്ക് കടക്കാനിരിക്കെ ഉണ്ടായ ശക്തമായ ഈ നടപടി കടുത്ത നിലപാടുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. DYFI പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് 6 മാസത്തേക്ക് സസ്പെൻഷനിലായിരുന്ന ശശി സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം ജില്ലാ കമ്മിറ്റിയിലും തുടർന്ന് സെക്രട്ടേറിയറ്റിലും തിരിച്ചെത്തിയിരുന്നു. പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരുന്നു. ഇത്തവണ നടപടി വരുന്നത് സമ്മേളനകാലത്തിന് തൊട്ടു മുമ്പാണ്. നടപടി നേരിടുന്നവരെ തൊട്ടടുത്ത സമ്മേളനത്തിൽ മത്സരിക്കാൻ അനുവദിക്കേണ്ടതില്ലെന്ന നേതൃത്വത്തിൻ്റെ കഴിഞ്ഞ സമ്മേളനത്തിലെ നിർദ്ദേശം PK ശശിയെയും ബാധിച്ചേക്കും. ഈ റിപ്പോർട്ടുകൾ ശക്തമായ നടപടികൾക്ക് ജില്ലാ നേതൃത്വത്തിന് കരുത്ത് നൽകി. PK ശശി പാർട്ടിയുടെ പ്രാഥമിക അംഗം മാത്രമായി മാറുന്നതോടെ മണ്ണാർക്കാട്ട് ഏരിയയിലെ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വത്തിന് കടിഞ്ഞാണിടാൻ നേതൃത്വത്തിന് കഴിയും.